ഹലോ എവരി വൺ. നമ്മൾ 5th മൊഡ്യൂളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോറിയർ സൈൻ ട്രാൻസ്ഫോർമേഷനും അതുപോലെ തന്നെ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോർമേഷനും കണ്ടുപിടിക്കാൻ പഠിച്ചു. അതുപോലെ ഫോറിയർ ട്രാൻസ്ഫോർമേഷൻ്റെയും ഇക്വേഷൻ പഠിച്ചു. നമുക്കതിൽ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഒബ്റ്റെയിൻ ദ ഫോറിയർ സൈൻ ആൻഡ് കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/x. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/x ആണ്. അതിൻ്റെ ഫോറിയർ സൈൻ ട്രാൻസ്ഫോമും ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ എന്താ? എഫ് എസ് ക്യാപ്പ് ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2/π ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് സൈൻ ഒമേഗ എക്സ് ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എഫ് ഓഫ് എക്സ് എന്താ? 1/x ആണ്. അപ്പോൾ എഫ് എസ് ക്യാപ്പ് ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2/π ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി 1/x സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലുള്ളത് സൈൻ ഒമേഗ എക്സ് ബൈ എക്സ് ആണ്. അപ്പോൾ നമ്മൾ ആ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ ഒരു ടേമും കൂടി എക്സ്ട്രാ ആഡ് ചെയ്യാണ്, e⁻⁻⁴x. നമുക്കറിയാം e⁻⁻⁴x എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ നമ്മളവിടെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, പക്ഷെ നമ്മൾ ജസ്റ്റ് ആ 1-ന് പകരം e⁻⁻⁴x ഫോമിൽ എഴുതണം. അപ്പം നമുക്ക് എഫ് എസ് ക്യാപ്പ് ഓഫ് ഒമേഗ എന്നുള്ളത് എന്ത് കിട്ടി? റൂട്ട് ഓഫ് 2/π ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി e⁻⁻⁴x സൈൻ ഒമേഗ എക്സ് ബൈ എക്സ് ഡി എക്സ് എന്ന് കിട്ടി. നമ്മളത് അങ്ങനെ എഴുതാൻ കാരണമുണ്ട്. നമുക്കറിയാം എൽ ഓഫ് എഫ് ഓഫ് ടി എന്നുള്ളത് എന്താ? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്നുള്ളത് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി e⁻⁻st എഫ് ഓഫ് ടി ഡി ടി. അപ്പം ആ ഫോമിലോട്ട് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഒരു e⁻⁻⁴x എന്ന് പറഞ്ഞ ഫോം 0x എന്ന് പറഞ്ഞ ടേം നമ്മളവിടെ ആഡ് ചെയ്താൽ. ഇപ്പം നോക്കിയേ, e⁻⁻st ടിക്ക് പകരം നമ്മുടെ വേരിയബിൾ എക്സ് ആണേ ഉള്ളൂ. അപ്പോൾ e⁻⁻⁴x എസ്സിന് പകരം അവിടെ എന്തുണ്ട്? 0 ഉണ്ട്. പിന്നെ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞ ഫംഗ്ഷന് പകരം അവിടെ സൈൻ ഒമേഗ എക്സ് ബൈ എക്സും ഉണ്ട്. അപ്പം നമുക്ക് ആ ഇൻ്റഗ്രലിന് എന്ത് എഴുതാം? എൽ ഓഫ് സൈൻ ഒമേഗ ടി ബൈ ടി വേർ എസ് ഇസ് ഈക്വൽ ടു 0. അതായത് നോക്കി, ശരിക്കും എൽ ഓഫ് സൈൻ ഒമേഗ ടി ബൈ ടി എന്താ വരാം? ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി e⁻⁻st സൈൻ ഒമേഗ ടി ബൈ ടി ഡി ടി. അതിൽ എസ്സിന് പകരം അവിടെ 0 ആണെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ ഇൻ്റഗ്രലിന് പകരം എൽ ഓഫ് സൈൻ ഒമേഗ ടി ബൈ ടി എന്ന് എഴുതാം. ഇനി നമുക്ക് എൽ ഓഫ് സൈൻ ഒമേഗ ടി ബൈ ടി കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം എൽ ഓഫ് എഫ് ഓഫ് ടി ബൈ ടി, ഒരു ഫംഗ്ഷന് ടി വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് ഡി എസ്. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ എഫ് എസ് ക്യാപ്പ് ഓഫ് ഒമേഗ എന്നുള്ളത് റൂട്ട് ഓഫ് 2/π ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ എൽ ഓഫ് സൈൻ ഒമേഗ ടി വരും. എൽ ഓഫ് സൈൻ ഒമേഗ ടി എന്നുള്ളത് ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഡി എസ് വിത്ത് എസ് ഇസ് ഈക്വൽ ടു 0. എസ് ഇസ് ഈക്വൽ ടു 0 നമുക്ക് ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നോക്കി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഡി എസ്. അപ്പോൾ നമുക്കറിയാം ഇൻ്റഗ്രൽ എ ബൈ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്നുള്ളത് എന്താ? ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ആണ്. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2/π ടാൻ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ ഒമേഗ. ലിമിറ്റ് അപ്ലൈ ചെയ്യുക എസ് ടു ഇൻഫിനിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു, നമ്മൾ ആദ്യം എസ്സിന് ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ റൂട്ട് ഓഫ് 2/π ഇൻറ്റു എസ്സിന് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് ഇൻഫിനിറ്റി മൈനസ് എസ്സിന് എസ് തന്നെ കൊടുക്കണേ, പക്ഷെ നമുക്കറിയാം എസ്സിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 0 എന്ന് വരും. ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി മൈനസ് ടാൻ ഇൻവേഴ്സ് 0. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഏത് ആംഗിളാണ് ടാനിനെ ഇൻഫിനിറ്റിയിലോട്ട് മാപ്പ് ചെയ്യണേ? അപ്പോൾ നമുക്കറിയാം ടാൻ എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസ് ആണ്. കോസ് 0 എവിടെയാണ്? കോസിൻ്റെ വാല്യൂ എവിടെ 0 ആവണമെന്ന് നോക്കിയാൽ മതി. അത് π/2 അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി എന്നുള്ളത് π/2 ആണ് മൈനസ് ടാൻ ഇൻവേഴ്സ് 0. അപ്പോൾ റൂട്ട് ഓഫ് π/2 എന്നാണ് നമുക്ക് എന്ത് കിട്ടണം? ഫോറിയർ സൈൻ ട്രാൻസ്ഫോർമേഷൻ കിട്ടണം. ഇനി നെക്സ്റ്റ് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ എഫ് ഓഫ് സി ക്യാപ്പ് ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2/π ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2/π ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താ? 1/x കോസ് ഒമേഗ എക്സ് ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2/π ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. നമ്മൾ നേരത്തെ എഴുതിയേക്കണോണം അവിടെ ഒരു e⁻⁻⁴x എന്ന് പറഞ്ഞ ടേമും കൂടി നമ്മൾ അവിടെ ഒന്ന്
ആഡ് ചെയ്യാണ്. കാരണം e⁻⁻0x എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അപ്പം നമ്മൾ 1ന് പകരം e⁻⁻0x എന്ന് പറഞ്ഞ ടേം ആഡ് ചെയ്യണം. അപ്പോൾ നോക്കി ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ e⁻⁻0x cos omega x by x dx എന്ന് വരും. അതിന് നമുക്ക് ആ ഇൻ്റഗ്രലിൻ്റെ ആ ടേമിന് നമുക്ക് എന്ത് എഴുതാം? L of cos omega t by t with s is equal to 0. നേരത്തെ പറഞ്ഞോണം, അത് L of cos omega t by t ആണ്. എസിൻ്റെ സ്ഥാനത്ത് എന്താണ് അവിടെ? 0 ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഫംഗ്ഷന് ഡിവൈഡഡ് ബൈ ടി ചെയ്തിട്ട് അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രൽ s to infinity f of s ds. അപ്പോൾ കോസ് ഒമേഗ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്നുള്ളത് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മുടെ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം എന്നുള്ളത് എന്ത് വരും? √2/π ഇൻ്റഗ്രൽ s to infinity എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഡി എസ് വിത്ത് എസ് ഇസ് ഈക്വൽ ടു 0 വിച്ച് ഇസ് ഈക്വൽ ടു √2/π. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻ്റഗ്രൽ ഓഫ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻ്റഗ്രൽ എഫ് ഡാഷ് ഓഫ് ടി ബൈ എഫ് ഓഫ് ടി ഡി ടി ഫോമുല എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ലോഗ് എഫ് ഓഫ് ടി എന്ന് എഴുതാം. അതായത് ഡിനോമിനേറ്ററുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്ററിൽ വരുന്നതെങ്കിൽ നമുക്ക് ലോഗ് ഓഫ് ഡിനോമിനേറ്റർ എന്ന് എഴുതാം. ഇപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിലുള്ള ഫംഗ്ഷൻ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയറാണ്. അപ്പോൾ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയറിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2s ആണ്. നമ്മുടെ ന്യൂമറേറ്റർ ഇവിടെ എസ് ആണ് കിടക്കുന്നത്, ഒരു 2ൻ്റെ കുറവുള്ളൂ. അപ്പോൾ നമുക്ക് അതിന് എന്ത് എഴുതാം? ലോഗ് ഓഫ് എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ കുറവുള്ള 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡഡ് ബൈ 2 ലിമിറ്റ് അപ്ലൈ ചെയ്യുക s to infinity വിത്ത് എസ് ഇസ് ഈക്വൽ ടു 0. അപ്പം എസ് 0 ആണ്. അപ്പോൾ എസ്സിന് 0 കൊടുക്കാം. അപ്പോൾ എസ്സിന് 0 കൊടുക്കുമ്പോൾ √2/π ലോഗ് ഓഫ് ഒമേഗ സ്ക്വയർ ലോഗ് ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആണ് അത്, ഓൾ ഡിവൈഡഡ് ബൈ 2. പിന്നെ ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, എസ്സിൻ്റെ ടേം അവിടെ ഇല്ല. അപ്പം നമുക്ക് കിട്ടുന്നത് ഫോറിയർ ട്രാൻസ്ഫോം ഫോറിയർ സൈൻ ട്രാൻസ്ഫോം എന്നുള്ളത് √2/π ലോഗ് ഒമേഗ സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ 2. ഓൾ ഡിവൈഡഡ് ബൈ 2 ആണ് അത്, അതൊന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പം അതാണ് നമുക്ക് കിട്ടണം. നെക്സ്റ്റ് വൺ ഓഡ് ആൻഡ് ഈവൻ ഫംഗ്ഷൻ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോബ്ലം ചെയ്തപ്പോൾ നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോയതാണ്. ഇത് നിങ്ങളുടെ പോർഷനുള്ളതൊന്നല്ല, നമ്മൾ ഓൾറെഡി +2 പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഓഡ് ആൻഡ് ഈവൻ ഫംഗ്ഷൻ. ഈവൻ ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ അറിയാലോ. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഈവൻ എന്ന് പറയണമെങ്കിൽ എന്താ? എഫ് ഓഫ് -x ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അതായത് എക്സിന് പകരം -x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സെയിം ഫംഗ്ഷൻ തന്നെ കിട്ടുകയാണെങ്കിൽ നമ്മൾ എഫ് ഓഫ് എക്സ് എന്നുള്ളത് ഈവൻ ഫംഗ്ഷൻ എന്ന് പറയും. അതിന് എക്സാമ്പിളാണ് ഓൾ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻസ് ഒക്കെ ഈവൻ ഫംഗ്ഷനാണ്. കോസ് എക്സ് ഈവൻ ഫംഗ്ഷനാണ്. കാരണം എന്താ? കോസ് -x എന്നുള്ളത് കോസ് എക്സാണ്, അത് അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. പിന്നെ കോസിൻ്റെ റെസിപ്രോക്കൽ സീക്ക്, പിന്നെ x², x⁴, x�6, അതായത് എക്സിൻ്റെ പവർ ഈവൻ വരുന്നതൊക്കെ ഈവൻ ഫങ്ഷൻസ് ആണ്. നെക്സ്റ്റ് ഓഡ് ഫംഗ്ഷൻ. ഓഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് -x ഇസ് ഈക്വൽ ടു -f ഓഫ് എക്സ് ആണെങ്കിൽ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷന് ഓഡ് ഫംഗ്ഷൻ എന്ന് പറയും. അപ്പം അതിന് എക്സാമ്പിളാണ് സൈൻ എക്സ്. കാരണം സൈൻ -x എന്നുള്ളത് -sin x ആണ്. പിന്നെ സൈൻ എക്സിൻ്റെ റെസിപ്രോക്കലായിട്ടുള്ള കോസീക്ക് എക്സ്, പിന്നെ x³ x⁵, x�7, അതായത് എക്സിൻ്റെ പവർ ഓഡ് വരുന്നതൊക്കെ ഓഡ് ഫങ്ഷൻസാണ്. ഇനി പ്രൊഡക്റ്റ് ഓഫ് ഓഡ് ആൻഡ് ഈവൻ ഫംഗ്ഷൻ. അതായത് ഒരു ഈവൻ ഫംഗ്ഷനെയും ഓഡ് ഫംഗ്ഷനെയും മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഓഡ് ഫംഗ്ഷനാണ് കിട്ടാം. 2 ഓഡ് ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈവൻ ഫംഗ്ഷൻ കിട്ടും. 2 ഈവൻ ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ചെയ്താൽ എഗെയിൻ ഒരു ഈവൻ ഫംഗ്ഷൻ ആയിരിക്കും നമുക്ക് കിട്ടാം. ഇത് നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുമ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന റിസൾട്ടുകളാണ്. ഇന്നലെ നമ്മൾ ഈ റിസൾട്ട് യൂസ് ചെയ്ത് പ്രോബ്ലം ചെയ്തായിരുന്നു. ആ റിസൾട്ടാണ് ഞാൻ അവിടെ പറയണേ. ഇൻ്റഗ്രൽ -a to a f of x dx. അതായത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണത് -a തൊട്ട് a വരെയാണെങ്കിൽ ആ എഫ് ഓഫ് എക്സ് ഈവൻ ആണോ ഓഡ് ആണോ എന്ന് ഉള്ളതിനെ ഉദ്ദേശിച്ചിട്ട് നമ്മുടെ ആ ഇൻ്റഗ്രൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ -a to a f of x dxൻ്റെ വാല്യൂ 2 × ഇൻ്റഗ്രൽ 0 to a f of x dx എന്ന് എഴുതാം. വെൻ എഫ് ഓഫ് എക്സ് ഇസ് ഈവൻ. അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ഒരു ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് -a തൊട്ട് a വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം അതിന് എന്ത് എഴുതാം? 2 × ഇൻ്റഗ്രൽ 0 to a എന്ന് എഴുതാം. ഇനി എഫ് ഓഫ് എക്സ് എന്നുള്ളതൊരു ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇൻ്റഗ്രൽ -a to a f of x dx എന്നുള്ളത് 0 ആയിരിക്കും. ഇനി അടുത്തതാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഫോറിയർ ട്രാൻസ്ഫോം. ഫോറിയർ ട്രാൻസ്ഫോർമേഷൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ്. ഫസ്റ്റ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി. ലീനിയാരിറ്റി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ദ ഫോറിയർ ട്രാൻസ്ഫോം ഈസ് എ ലീനിയർ ഓപ്പറേറ്റർ.
ലീനിയർ ഓപ്പറേറ്റർ. ലീനിയാരിറ്റി എന്താണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ലാപ്ലേസ് ട്രാൻസ്ഫോം പറഞ്ഞപ്പോൾ നമ്മൾ ലീനിയാരിറ്റി പ്രോപ്പർട്ടി പറഞ്ഞതാണ്. അതായത് ലീനിയാരിറ്റി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഫോർ എനി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ഹൂസ് ഫോറിയർ ട്രാൻസ്ഫോം എക്സിസ്റ്റ് and any constants a and b, the Fourier transform of a into f of x plus b into g of x exists, and Fourier transform of af plus bg is equal to a into Fourier transform of f of x plus b into Fourier transform of g of x. അതായത് ഇത്രേ ഉള്ളൂ. നമുക്ക് രണ്ട് ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്, എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും. അതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എയും ബി എന്ന് പറയുന്നത് രണ്ട് കോൺസ്റ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എ ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് ബി ഇൻറ്റു ജി ഓഫ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ബി ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് എക്സ്. ഈ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ ലീനിയാരിറ്റി പ്രോപ്പർട്ടി എന്ന് പറയാം. നമ്മുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ ഡിഫൈൻ ചെയ്തപ്പോൾ ഈ പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞതാണ്. അതിൻ്റെ പ്രൂഫ് എളുപ്പമാണ്, സിമ്പിളാണ്. ജസ്റ്റ് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എ ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് ബി ഇൻറ്റു ജി ഓഫ് എക്സ് എന്താണെന്ന് നോക്കാം. നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം എന്താ വരാം? 1/√2π ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി ഇ റേസ് ടു -i ഒമേഗ എക്സ് ഇൻറ്റു എ എഫ് ഓഫ് എക്സ് പ്ലസ് ബി ജി ഓഫ് എക്സ് ഡി എക്സ്. അതായത് അവിടുത്തെ ഫംഗ്ഷൻ എ എഫ് ഓഫ് എക്സ് പ്ലസ് ബി ജി ഓഫ് എക്സ് ആണ്. നമുക്കറിയാം ഇൻ്റഗ്രലിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണു. 1/√2π ഇൻറ്റു ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി ഇ റേസ് ടു -i ഒമേഗ എക്സ് എ എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി ഇ റേസ് ടു -i ഒമേഗ എക്സ് ബി ജി ഓഫ് എക്സ് ഡി എക്സ്, വിച്ച് ഇസ് ഈക്വൽ ടു, നമ്മളതിനെ എ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്ത് എയും ബിയും കോൺസ്റ്റൻ്റ് ആണ്, ഇൻ്റഗ്രലിൻ്റെ പുറത്തെടുക്കണം. അപ്പോൾ എ ഇൻറ്റു 1/√2π ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി ഇ റേസ് ടു -i ഒമേഗ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ബി ഇൻറ്റു 1/√2π ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി ഇ റേസ് ടു -i ഒമേഗ എക്സ് ജി ഓഫ് എക്സ് ഡി എക്സ്, വിച്ച് ഇസ് ഈക്വൽ ടു നോക്കിയാൽ മനസ്സിലാവും അത് എ ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ബി ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് എക്സ്. ഇപ്പോൾ ലീനിയാരിറ്റി പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻ്റഗ്രേഷൻ നമുക്കറിയാം, ഇൻ്റഗ്രേഷൻ ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക, കോൺസ്റ്റൻസ് പുറത്തെടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ലീനിയാരിറ്റി പ്രോപ്പർട്ടി കിട്ടും. സെക്കൻഡ് പ്രോപ്പർട്ടിയാണ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ്. അതായത് ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം അറിയുകയാണെങ്കിൽ അതിൻ്റെ എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്താ പറഞ്ഞത്? അപ്പോൾ പ്രോപ്പർട്ടി നോക്കാം. ലെറ്റ് എഫ് ഓഫ് എക്സ് ബി കണ്ടിന്യൂസ് ഓൺ എക്സ് ആൻഡ് എഫ് ഓഫ് എക്സ് ടെൻസ് ടു 0 ആസ് മോഡ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി, ദെൻ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു i ഒമേഗ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്. അതായത് നമുക്കൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. പിന്നെ മോഡ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി, അതായത് എക്സ് എന്നുള്ളത് ഒന്നെങ്കിൽ ഇൻഫിനിറ്റിയിലോട്ട് അല്ലെങ്കിൽ എക്സ് -∞ ടെൻഡ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ടെൻഡ് ചെയ്യും. ഇത്രയും കണ്ടീഷൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ്, അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്നുള്ളത് എന്തായിരിക്കും? i ഒമേഗ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്. അതിൻ്റെ പ്രൂഫ് നോക്കാം. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ്, നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്താ വരാം? 1/√2π ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി ഇ റേസ് ടു -i ഒമേഗ എക്സ് എഫ് ഡാഷ് ഓഫ് എക്സ് ഡി എക്സ്. അതായത് നമ്മുടെ ഫംഗ്ഷൻ അവിടെ എഫ് ഡാഷ് ഓഫ് എക്സ് ആണ്, ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നോക്കി ആ ഇൻ്റഗ്രൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യണേ. ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ വന്നേക്കണ ഫംഗ്ഷൻ ഇ റേസ് ടു -i ഒമേഗ എക്സ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് ആ. പ്രൊഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഐലേറ്റ് റൂൾ അപ്ലൈ ചെയ്യണു. ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് ഇ റേസ് ടു -i ഒമേഗ എക്സ് എടുക്കാം, സെക്കൻഡ് ഫംഗ്ഷനായിട്ട് എഫ് ഡാഷ് ഓഫ് എക്സ് എടുക്കാം. അപ്പോൾ എന്താ വരാ? 1/√2π ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു, അതായത് ഇ റേസ് ടു -i ഒമേഗ എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്നുള്ളത് എഫ് ഓഫ് എക്സ്, അതായത് എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് എഫ് ഡാഷ് ഓഫ് എക്സ്, അല്ലെങ്കിൽ തിരിച്ചെന്ത് പറയാം? എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ ഇൻ്റഗ്രൽ ആണ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് d/dx ഓഫ് ഫസ്റ്റ്. ഇ റേസ് ടു -i ഒമേഗ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്നുള്ളത് ഇ റേസ് ടു -i ഒമേഗ എക്സ് ഇൻറ്റു -i ഒമേഗ, പിന്നെ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഡി എക്സ്, അതായത് എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇനി നമുക്ക് പ്രോപ്പർട്ടി പറഞ്ഞപ്പോൾ നമ്മളൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്.
ആസ് മോഡ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ടെൻസ് ടു 0. അതായത് എക്സിൻ്റെ വാല്യൂ ഒന്നുകിൽ ഇൻഫിനിറ്റിയിലോട്ടോ അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റിയിലോട്ടോ ടെൻഡ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ടെൻഡ് ചെയ്യും. ഇപ്പം നോക്കി, ഫസ്റ്റ് നമ്മളവിടെ ലിമിറ്റ് കൊടുക്കണം, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. അപ്പം നമ്മളവിടെ ഇൻഫിനിറ്റി കൊടുത്താലും മൈനസ് ഇൻഫിനിറ്റി കൊടുത്താലും എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ടെൻഡ് ചെയ്യണം. അപ്പോൾ ആ ടേം എന്നുള്ളത് 0 ആയിട്ട് പോകും. അപ്പോൾ ബാക്കി എന്ത് മാത്രമേ വരുള്ളൂ? ആ ഇൻ്റഗ്രലിൻ്റെ ടേം മാത്രമേ വരുള്ളൂ. പിന്നെ ആ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ ഒരു മൈനസും കൂടി പ്ലസ് ആവും. ഇപ്പോൾ 1/√2π ഐ ഒമേഗ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇൻ്റഗ്രലിനെ പുറത്തെടുക്കുക. ഐ ഒമേഗ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ളത് എന്താ? അല്ല, 1/√2π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ളത് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ഐ ഒമേഗ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് കിട്ടും. അതായത് ഇപ്പോൾ എന്ത് കിട്ടി? എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്നുള്ളത് എന്താ? ഐ ഒമേഗ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് കിട്ടും. ഇനി അതുപോലെ തന്നെ സിമിലർലി ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ്, എഫ് ഓഫ് എക്സിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്താ വരാം? ഐ ഒമേഗ ദ ഹോൾ സ്ക്വയർ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്. അതുപോലെ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഐ ഒമേഗ ക്യൂബ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് എക്സിട്ര. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫിൻ്റെ nth ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്നുള്ളത് ഐ ഒമേഗ റേസ് ടു എൻ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ അതാണ് സെക്കൻഡ് പ്രോപ്പർട്ടി. ഇനി തേർഡ് പ്രോപ്പർട്ടി കൺവല്യൂഷൻ തിയറം. കൺവല്യൂഷൻ തിയറം എന്ന് പറഞ്ഞത്രേ ഉള്ളൂ. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് സ്റ്റാർ ജി. എഫ് സ്റ്റാർ ജി എന്ന് പറഞ്ഞാൽ എന്താ? എഫിൻ്റെയും ജിൻ്റെയും കൺവല്യൂഷൻ. രണ്ട് ഫംഗ്ഷൻ എഫും ജിയും തന്നിട്ടുണ്ട്, അതിൻ്റെ കൺവല്യൂഷൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്നുള്ളത് എന്തിനോട് ഈക്വലാണ്? √2π ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഇൻറ്റു ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ജി. ഇനി ഫോർത്ത് പ്രോപ്പർട്ടിയാണ് മൾട്ടിപ്ലിക്കേഷൻ ബൈ എക്സ് റേസ് ടു എൻ. അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതിനെ എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്താ പറഞ്ഞതെന്ന് നോക്കാം. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് റേസ് ടു എൻ എഫ് ഓഫ് എക്സ് എന്നുള്ളത് എന്തിനോട് ഈക്വലാണ്? മൈനസ് ഐ ഓൾ റേസ് ടു എൻ ഡി റേസ് ടു എൻ ബൈ ഡി ഒമേഗ റേസ് ടു എൻ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്. അതായത് എഫ് ഓഫ് എക്സിനെ എക്സ് റേസ് ടു എൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എഫ് ഓഫ് എക്സിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോമിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഒമേഗ എൻ ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യണു, അതിനെ മൈനസ് ഐ ഓൾ റേസ് ടു എൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. നെക്സ്റ്റ് ആണ് സെൽഫ് റെസിപ്രോക്കൽ പ്രോപ്പർട്ടി. എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് സെഡ് ടു ബി സെൽഫ് റെസിപ്രോക്കൽ if its Fourier transform is obtained by just replacing x by omega x. അതായത് നമുക്കറിയാം, നമ്മളൊരു ഫംഗ്ഷൻ എക്സിൽ തന്നേക്കുന്ന ഒരു ഫംഗ്ഷൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഒമേഗയിലായിരിക്കും നമുക്കതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം കിട്ടണേ. ഒമേഗയിലുള്ളൊരു ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്നുള്ളത് സെൽഫ് റെസിപ്രോക്കൽ എന്ന് പറയണമെങ്കിൽ എന്താ കണ്ടീഷൻ? അതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം കിട്ടാൻ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഫംഗ്ഷനിൽ എക്സ് ഉള്ളിടത്ത് പകരം ഒമേഗ കൊടുത്താൽ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിൾ പറയണതാ, ഇത് സെൽഫ് റെസിപ്രോക്കൽ ഫംഗ്ഷൻ ഒന്നല്ല. ഇപ്പോൾ സൈൻ എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ സെൽഫ് റെസിപ്രോക്കൽ ആണെന്ന് പറയണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്താ? സൈൻ എക്സിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്നുള്ളത് സൈൻ ഒമേഗ ആയിരിക്കണം. അതായത് എക്സിന് പകരം നമ്മൾ ജസ്റ്റ് ഒമേഗ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നേക്കുന്ന ഫംഗ്ഷൻ എക്സിലായിരിക്കും, ആ എക്സ് ഉള്ളിടത്ത് എക്സ് മാറ്റി ഒമേഗ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ സെൽഫ് റെസിപ്രോക്കൽ ഫംഗ്ഷൻ എന്ന് പറയും. ഇനി നെക്സ്റ്റ് കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വരും. ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ടി സ്ക്വയർ ഡി ടി എന്നുള്ളത് √π. ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ടി സ്ക്വയർ ഡി ടി എന്നുള്ളത് എന്താ? √π അല്ലെങ്കിൽ ഗാമ 1/2 തന്നെയാണ് നമ്മുടെ √π. നെക്സ്റ്റ് റിസൾട്ട് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ടി സ്ക്വയർ ഡി ടി എന്നുള്ളത് √π ഡിവൈഡഡ് ബൈ 2 ആണ്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമായിട്ട് വരുന്ന രണ്ട് റിസൾട്ടാണ്. നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ.
ഹെൻസ് ഫൈൻഡ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണത് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം ആണ്. അത് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാൻ പോവാം. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ എന്താ വരാം? 1/√2π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ഇവിടെ ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇനി നോക്കി നമ്മൾ ആ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ ഈ പവറിനെ ഒരുമിച്ച് എഴുതാം. അപ്പോൾ 1/√2π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റേസ് ടു, രണ്ട് ടേമിലും മൈനസ് ഉണ്ട്, മൈനസ് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കാം. ഇ റേസ് ടു മൈനസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഐ ഒമേഗ എക്സ് ഡി എക്സ്. ഇനി നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് ഐ ഒമേഗ എക്സിനെ നമ്മൾ ഒരു കംപ്ലീറ്റ് സ്ക്വയർ ആക്കാൻ പോവാം. അപ്പോൾ അതിന് വേണ്ടി നോക്കി എക്സ് സ്ക്വയർ പ്ലസ് ഐ ഒമേഗ എക്സ് നമുക്കറിയാം എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ളത് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയറാണ് അല്ലേ? അപ്പോൾ നമ്മളിവിടെ എ ആയിട്ട് എക്സ് എടുക്കുക, ബി ആയിട്ട് നമ്മൾ എന്താ എടുക്കണേന്ന് ചൂസ് ചെയ്യണം. അപ്പോൾ ബി ആയിട്ട് നമ്മൾ നോക്കി നമ്മൾ അതിന് ചെയ്യണത് എക്സ് സ്ക്വയർ പ്ലസ് ഐ ഒമേഗ എക്സിനെ നമ്മളൊരു എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമിലോട്ട് എഴുതാൻ വേണ്ടി നോക്കി എക്സ് സ്ക്വയർ പ്ലസ് ഐ ഒമേഗ എക്സ്. ഇനി അവിടെ ഒരു കോൺസ്റ്റൻറ്റ് വേണം. ആ കോൺസ്റ്റൻറ്റിനായിട്ട് നമ്മൾ എടുക്കുന്നത് എക്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഇങ്ങനെ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ എക്സ് സ്ക്വയറിൻ്റെയും എക്സിൻ്റെയും ടേം ഉണ്ടെങ്കിൽ നമ്മളവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുന്നത് എക്സിൻ്റെ ടേം, എക്സിൻ്റെ കോയിഫിഷ്യൻറ്റിൻ്റെ ഹാഫ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ഐ ഒമേഗയാണ്. അപ്പോൾ ഐ ഒമേഗ ബൈ 2 ആണ് നമ്മളവിടെ ബി ആയിട്ട് എടുക്കാം. അപ്പോൾ ഐ ഒമേഗ ബൈ 2 ദ ഹോൾ സ്ക്വയർ അപ്പോഴാണ് ശരിക്കും എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ഫോമിലോട്ട് വരുള്ളൂ. അപ്പോൾ ഐ ഒമേഗ ബൈ 2 ദ ഹോൾ സ്ക്വയർ വെച്ച് ആഡ് ചെയ്താൽ അത് വെച്ചും സബ്സ്ട്രാക്ട് ചെയ്യാം. ഐ ഒമേഗ ബൈ 2 ദ ഹോൾ സ്ക്വയർ വെച്ച് ആഡ് ചെയ്യണു, അത് വെച്ച് മൈനസ് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് ഐ ഒമേഗ എക്സ് പ്ലസ് ഐ ഒമേഗ ബൈ 2 ദ ഹോൾ സ്ക്വയറിന് നമ്മൾ എന്ത് എഴുതണു? എക്സ് പ്ലസ് ഐ ഒമേഗ ബൈ 2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതണു. ഇനി മൈനസ് ഐ ഒമേഗ ബൈ 2 ദ ഹോൾ സ്ക്വയർ ഉണ്ട്. അപ്പോൾ മൈനസ് ഐ സ്ക്വയർ എന്നുള്ളത് നമുക്കറിയാം ഐ സ്ക്വയർ എന്നുള്ളത് -1. അപ്പോൾ മൈനസും മൈനസും +1 ആയിട്ട് പ്ലസ് ഒമേഗ സ്ക്വയർ ബൈ 4 എന്ന് കിട്ടും. ഇപ്പോൾ നമ്മൾ ഈ ടേമിൽ ഇ റേസ് ടു ആ എക്സ് മൈനസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഐ ഒമേഗ എക്സ്, എക്സ് സ്ക്വയർ പ്ലസ് ഐ ഒമേഗ എക്സിന് പകരമാണ് നമ്മൾ എഴുതി വെച്ചേക്കണേ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ളത് എന്ത് വരും? 1/√2π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ഓഫ് എക്സ് പ്ലസ് ഐ ഒമേഗ ബൈ 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ബൈ 4 ഡി എക്സ് എന്ന് വരും. ഇനി അതിൽ ഇ റേസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 4 വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണത്. അപ്പോൾ ഇ റേസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 4 കോൺസ്റ്റൻ്റ്. അപ്പോൾ അതിനെ ഇൻ്റഗ്രേഷൻ്റെ പുറത്തോട്ട് എടുക്കാം. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 1/√2π ഇ റേസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 4 ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ എന്താ പറയുക? ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ഓഫ് എക്സ് പ്ലസ് ഐ ഒമേഗ ബൈ 2 ദ ഹോൾ സ്ക്വയർ ഡി എക്സ്. നമ്മൾ എക്സ് പ്ലസ് ഐ ഒമേഗ ബൈ 2ന് ടി എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഡി ടി എന്നുള്ളത് ഡി എക്സ് വരും. ലിമിറ്റ് ചേഞ്ച് ചെയ്യില്ല, അതായത് എക്സിൻ്റെ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്. ടിയിലോട്ട് മാറ്റിയാലും ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി തന്നെയാണ് വരാം. അപ്പോൾ എഫ് ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ളത് എന്ത് വരും? 1/√2π ഇ റേസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 4 ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റേസ് ടു നമ്മൾ ടിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് ടി സ്ക്വയർ ഡി ടി. ഇപ്പോൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായ റിസൾട്ട് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ടി സ്ക്വയർ ഡി ടി എന്നുള്ളത് √π ആണ്. √π കൊടുക്കാം. √πയും ക്യാൻസൽ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/√2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 4 എന്ന് കിട്ടും. ഇനി ഒരു പ്രോബ്ലം കൂടി ഉണ്ടായിരുന്നു, അതിൽ എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളവിടെ യൂസ് ചെയ്യണത് നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസ് എഴുതി വെച്ചിട്ടുണ്ടായി ഫോറിയർ ട്രാൻസ്ഫോമിൽ. അതിലെ സെക്കൻഡ് പ്രോപ്പർട്ടിയാണ് നമ്മൾ യൂസ് ചെയ്യണത്. അതായത് സെക്കൻഡ് പ്രോപ്പർട്ടി എന്തായിരുന്നു? ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്നുള്ളത് ഐ ഒമേഗ ഇൻറ്റു ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ആയിരുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ എഫ് ഓഫ് എക്സ് ആയിട്ട് എന്ത് ചൂസ് ചെയ്യണു? ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ചൂസ് ചെയ്യണു.
അപ്പോൾ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് എന്നുള്ളത് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ. അത് ഓൾറെഡി നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്. ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ തന്നെ, പിന്നെ മൈനസ് എക്സ് സ്ക്വയറിൻ്റെ മൈനസ് 2x. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 2x ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയറിന് കിട്ടും. അതായത് എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയറിന് നമുക്ക് എന്ത് എഴുതാം? എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ -2 എന്ന് എഴുതാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ -2. ഇനി നമ്മുടെ ലീനിയാരിറ്റി പ്രോപ്പർട്ടി വെച്ചിട്ട് -1/2 എന്നുള്ളൊരു കോൺസ്റ്റൻ്റ്. അപ്പം -1/2 ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് എഴുതാം. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്നുള്ളത് എന്താ? ഐ ഒമേഗ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്, which is equal to -1/2 ഇൻറ്റു ഐ ഒമേഗ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്നുള്ളത് എന്തായിരുന്നു? ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ. അതിപ്പോൾ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് 1/√2 ഇ റേസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 4 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഐ ഒമേഗ ബൈ 2√2 ഇ റേസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 4 എന്ന് കിട്ടും. താങ്ക് യു.